കോൺഗ്രസിൽ പുതിയൊരു വിവാദത്തിന് തെളിതിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തൊരു ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ CPM-നെ പിന്തുണച്ച ചില വരികൾ പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇന്ന് പുതിയ തരത്തിലുള്ള വിവാദം ഉയർന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ പിന്തള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് CPM വന്നപ്പോൾ അദ്ദേഹത്തെ പിന്തള്ളിയാണ് കോൺഗ്രസ് പാർട്ടി വന്നത്. കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും അദ്ദേഹത്തിന് എതിരെ ഇന്ന് തിരിഞ്ഞിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പദ്ധതി തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. അത് CPM കൃത്യമായി തുടർന്നു കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരാൻ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു പോയിന്റ്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ പറയുന്നത് പല പ്രവാസികളുടെ കാര്യവും ഓർമ്മയില്ലേ, ഇവിടെ എക്കോ ഫ്രണ്ട്ലി അല്ല ബിസിനസ് നടത്താൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എക്കോ ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു നോക്കുന്ന കുറെ കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ട്. എന്താണ് ഈ വിവാദങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശശി തരൂർക്കോ അല്ലെങ്കിൽ നമ്മുടെ CPM പാർട്ടിയെ പിന്തുണച്ചു എന്ന രീതിയിലാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ആ ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല. ആ ഒരു ലേഖനം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹം സ്റ്റാർട്ടപ്പുകളെ പറ്റി മാത്രമേ അതിൽ പറയുന്നുള്ളൂ. കാരണം കേരളത്തെ പറ്റി പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കേരളത്തിന്റെ പുതിയ വളർച്ചയെ പറ്റിയൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇപ്പൊ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയാതെ എങ്ങനെയാണ് അത് പറഞ്ഞു വെക്കാൻ പറ്റുന്നത്? അദ്ദേഹം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനെ കുറെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്ര ചൊടിപ്പിക്കുകയും അതേപോലെ CPM നേതാക്കൾ വന്ന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയും നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർട്ടപ്പുകൾ എന്ന് വെച്ചാൽ ഉള്ള രീതിയിൽ പറഞ്ഞത് എന്തായാലും നന്നായി, അതിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല, അത് അഭിനന്ദാർഹമാണ്. കാരണം പല സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു നല്ല കാര്യത്തെ ആണെങ്കിലും അതേ ഒന്ന് വളച്ചൊടിച്ച് ഒരു രാഷ്ട്രീയപരമായിട്ട് മാറ്റുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ശശി തരൂർ എന്താണോ പറയേണ്ടത് അത് മാത്രം മുന്നോട്ട് പറഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു. അതേപോലെ ബാക്കി കോൺഗ്രസ് പാർട്ടിയുടെ ആണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു അവസരത്തിൽ അത് ഔസരോചിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കുറേ അധികം പദ്ധതികൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പോ മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഈ രണ്ട് പിന്തുടർച്ചയായിട്ട് പിണറായി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ CPM സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി സ്റ്റാർട്ടപ്പുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച കാര്യമാണെങ്കിലും പിന്നീട് വരുന്ന സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കപ്പെടുക തന്നെ ചെയ്യില്ലേ? ആര് ചോദ്യം ചെയ്യാനാണ്? വീണ്ടും അതിന് പല കാരണങ്ങൾ തന്നെ നമ്മുടെ CPM-നാണെങ്കിലും പറഞ്ഞു വെക്കാനും പറ്റും, ഞങ്ങൾ ഇതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്ന രീതിയിൽ. പക്ഷെ അവര് ആ ഒരു സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോയി അത് കൃത്യമായി ചെയ്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പല വളർച്ചകളും ഉണ്ടായത്. അതിന്റെ പിന്നിൽ ഒരുപാട് അഴിമതി കഥകളും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഭൂമി നഷ്ടപ്പെട്ടാണെങ്കിൽ അത് എല്ലാത്തിനും ഇപ്പം കണ്ണൂർ വിമാനത്താവളത്തിന്റെ തന്നെ കഴിഞ്ഞ ദിവസം ഭൂമി ഏറ്റെടുക്കാന്ന് പറഞ്ഞ ഒരാളെ പറ്റിച്ചിട്ട് അയാൾ ഇപ്പൊ ജപ്തി ഭീഷണിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതേപോലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെയൊന്നും ശശി തരൂരോട് എടുത്തു കാട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഏകദേശം ഒരു 2 വരി അദ്ദേഹം ആ 2 വരിയിൽ CPM-നെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ശശി തരൂരിനെ അദ്ദേഹത്തിനെ തള്ളി പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അപമാനകരമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു 2 വരിയില് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് തന്റെ ഒരു പ്രധാന നേതാവിനെ തള്ളി പറയുമ്പോൾ ഓരോ പാർട്ടിക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം വരിക. അല്ല, എനിക്ക് തോന്നുന്നു CPM ആണ് ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു കൊണ്ടുവന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ള ഒരു ഭിന്നതയുണ്ട് എന്നത് വെളിയിലേക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ധാരണ വരും. ഇപ്പോൾ പല നേതാക്കന്മാരും കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള വലിയ നേതാക്കന്മാരൊക്കെ പഴയ തലമുറയിലെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന നേതാക്കന്മാരൊക്കെ ആന്റണിയുടെ കാലം തൊട്ടൊക്കെ ഉള്ള കഥകൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു ഇതെല്ലാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതികളും പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. അതെ, പലതും ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹം കല്ലിട്ട പദ്ധതികളെല്ലാം പൂർണ്ണ രൂപത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു. ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും പല പദ്ധതികളും കോൺഗ്രസിന്റെ ആ കാലത്ത് അന്ന് രൂപീകരിച്ച പദ്ധതികളാണ്. അപ്പൊ എല്ലാ പദ്ധതികളും പൊടി തട്ടി കൊണ്ടുവരുമ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിന്റെയും ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയിൽ നിന്നാണെന്ന് പറയേണ്ട ഒരു
പറയേണ്ട ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു ഇതെല്ലാം. പക്ഷേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി ആണെങ്കിലും അത് കൃത്യമായിട്ട് CPM കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് കൃത്യമായി CPM അത് നോക്കി കണ്ട് ചെയ്തു എന്ന് അദ്ദേഹം ഒരു 2 ലൈനിൽ പറഞ്ഞു നിർത്തി. അത് ആ ഒറ്റ വിഷയത്തെ കുറിച്ച് മാത്രമാണ്. ബാക്കി എന്തെല്ലാം വിഷയങ്ങളുണ്ട് CPMമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും CPMനെ എതിർക്കാൻ പറ്റിയ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അദ്ദേഹം ആ ഒറ്റ വിഷയത്തെ കുറിച്ച് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ ആ ഒറ്റ ബൈറ്റിൽ ഒരു 2 വരി പ്രസ്താവന അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞു. ശരിയായിട്ടുള്ളത് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരി തന്നെയാണ്. അത് ശശി തരൂർ പറഞ്ഞാലും CPMന്റെ പിണറായി വിജയൻ പറഞ്ഞാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞാലും ശരി ആര് പറഞ്ഞു അത് ശരി തന്നെയാണ്. ഒരാൾ തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിയുടെയും നല്ല കാര്യത്തിനെ എടുത്തു കാട്ടുന്നതിന് എന്തോ ഒരു വിയോജിപ്പുള്ളത് പോലെയുണ്ട്. അതിൽ നിന്നും പിന്മാറുന്ന ഒരു പ്രസ്താവനയായിരുന്നു നമ്മുടെ കലോത്സവം നടന്ന സമയത്ത് ശിവൻകുട്ടി മന്ത്രി നല്ല രീതിയിൽ ആ ഒരു കലോത്സവം മുന്നോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവരെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതിനെയും ഇത്ര രാഷ്ട്രീയപരമായിട്ട് എടുത്ത് VD സതീശനെയും കൂടെ തള്ളി പറയേണ്ടി വരുന്നല്ലോ. അപ്പൊ വേണമെങ്കിൽ പറയാം, ഇതിനു മുമ്പ് നമ്മൾ കലോത്സവം നടത്തിയിട്ടുണ്ട്, കലോത്സവം ഏറ്റവും മനോഹരമായി നടത്തിയത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ നല്ലതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണ്ടേ? അതിന് ഇത്രയും രാഷ്ട്രീയം കണ്ട് അല്ലെങ്കിൽ അതെ, ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ബോധമുണ്ട്. അവർ ആ ബോധമുള്ളവരെ മാത്രമേ അംഗീകരിക്കൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാരുകൾ പിന്തുണയ്ക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി 2ാമത്തെ തവണയും പ്രതിപക്ഷത്തിരിക്കുകയാണ്. പലപ്പോഴും പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാത്തിനെയും എതിർപ്പോടെ കണ്ടു കഴിഞ്ഞാൽ നാളുകളിൽ അവർക്കൊരു നിലനിൽപ്പുണ്ടാവില്ല. കാരണം പിണറായി വിജയൻ സർക്കാരാണെങ്കിലും ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളെ നല്ലതെന്നും മോശമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയുമാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിലൊരു ഇടം ലഭിക്കുകയുള്ളൂ. അല്ലാതെ പിണറായി സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, എല്ലാം കൊള്ളരുതായ്മയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾ എപ്പോഴും സത്യത്തിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, അത് ശരിയാണ്, ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ജനങ്ങൾക്ക് എപ്പോഴും കൃത്യമായ ധാരണയുണ്ട്. അപ്പൊ ആ ധാരണ നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. നല്ലത് ചെയ്യുകയാണെങ്കിൽ ജനങ്ങളോട് പറയും ഇത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ പിന്നെ അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വെക്കുക. ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത്, ഇത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വേണം പറഞ്ഞു വെക്കാൻ. അല്ലെങ്കിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ സമയത്തുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാരണം. ജനങ്ങൾക്ക് സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്ന അരി, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ ഇത് പ്രഖ്യാപിച്ച സമയത്ത് പല നേതാക്കന്മാരും പറഞ്ഞു ഇപ്പോഴും CPM അരി കൊടുത്തുകൊണ്ടിരിക്കുന്നു, അരി കൊടുത്ത് വോട്ട് വാങ്ങുന്നു, അരി നിർത്തണം. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ വന്നത്? ഈ പ്രതിപക്ഷ സഖ്യം പറയുന്നത് ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അരി കൊടുക്കരുത്, അത് തെറ്റാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അരി കിട്ടത്തില്ല എന്നൊരു ധാരണ ജനങ്ങൾക്കുള്ളിലേക്ക് വന്നു. അങ്ങനെ എത്രയോ വോട്ടുകൾ മറിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ അന്ന് കോൺഗ്രസ് പാർട്ടി എന്താണ് പറഞ്ഞത്? അരി കൊടുത്ത് CPM വോട്ട് വാങ്ങിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അരി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കൊറോണ കാലത്ത് എല്ലാവരും ജോലിയെല്ലാം പോയി കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അരി, അവർ ആരുടെയും കയ്യിൽ പണമില്ല, എല്ലാ പണവും തീർന്നു. അപ്പം അരി സൗജന്യമായി കിട്ടുമ്പോൾ ആ അരി അവരുടെ ജീവിതം തന്നെ ആ ഒരു അരി കൊണ്ടായിരിക്കും ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അരി വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത ആളുകൾക്ക് സൗജന്യമായിട്ട് അരി കിട്ടുമ്പോൾ അവർ ദൈവത്തെ പോലെ കാണും. അപ്പൊ അത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഈ CPM പാർട്ടി അത്രയും നാൾ ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള അവരുടെ പ്രവണതകളെ ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് അരിയെ പിടിച്ചു നിന്നതുകൊണ്ടാണ് കോൺഗ്രസിന് അന്ന് അടി പറ്റിയത് എന്നാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അത് പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും ഒരു രാഷ്ട്രീയപരമായിട്ട് എടുത്ത് കാണാതെ അതിൽ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതും അതിനെ വിമർശിക്കുക, അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. സ്വന്തം നേതാക്കളെ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ വെട്ടി വീഴ്ത്തുക എന്ന് പറയുന്നത് ഇനി അടുത്ത ഇലക്ഷനും വരാൻ പോവുകയാണ്. അത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഒരു ധാരണ എന്തുവരും? ശശി തരൂരിനെ എല്ലാ നേതാക്കന്മാരും കൂടെ ഒറ്റപ്പെടുത്തുന്നു, ശശി തരൂരിനെ വെട്ടി നിർത്തുന്നു, കോൺഗ്രസിൽ ശശി തരൂരിന് ഒരു സ്ഥാനമില്ല എന്നൊരു പൊതുധാരണയിലേക്ക് ജനങ്ങൾ എത്തും. ജനങ്ങൾ എത്തുമ്പോൾ എന്താണ്? കോൺഗ്രസ് ഇപ്പോഴുമുള്ള അടി കാരണമാണ്. അവരുടെ പ്രധാനപ്പെട്ട നല്ല നല്ല നേതാക്കന്മാരെ കോൺഗ്രസ് വെട്ടി നിർത്തുന്നു എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇനി കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര ഗ്രൂപ്പിസം ഉണ്ടെങ്കിലും, എത്ര വലിയ നേതാക്കന്മാരുണ്ടെങ്കിലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു
മനസ്സ് കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ടാവണം, ആ പ്രസ്ഥാനത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ നാളുകളിൽ നിലനിൽപ്പുള്ളൂ.